ഷിബു മീരാൻ ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒരു ജില്ലയോടും ഒരു ജനസമൂഹത്തോടും പ്രത്യേക തരത്തിലുള്ള ഒരു വിവേചന നിലപാടും ഇല്ല. മുഖ്യമന്ത്രി മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതായി തെറ്റായി ഇന്റർവ്യൂവിൽ വന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളല്ല എന്നത് ഹിന്ദു ദിനപത്രവും വിശദീകരിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ, ബോധ്യം വരുന്നതല്ലേ? താങ്കൾ കൺവിൻസ്ഡ് അല്ലേ ആ കാര്യത്തിൽ? ഒരു നിലക്കും ബോധ്യം വരുന്നതല്ല അഭിലാഷ്. നമുക്കിതിന്റെ ക്രമത്തിലൊന്ന് മനസ്സിലാക്കാം. ഇപ്പോ ദ ഹിന്ദുവിന്റെ ശോഭന നായർ മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് പിണറായി വിജയൻ ഇന്ന് നിഷേധിച്ചിട്ടില്ല. ഹിന്ദു പറയുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ രണ്ടുപേർ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന രണ്ടുപേർ എവിടെയാണ് അഭിലാഷ് ഇരിക്കുന്നത്? പിണറായി വിജയന്റെ മുറിയിലാണ്. കടക്ക് പുറത്ത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഓർമ്മയില്ലേ, അങ്ങനെ അനുവാദമില്ലാതെ ഒരാൾക്ക് പോയിരിക്കാവുന്ന കസേരയല്ല പിണറായി വിജയന്റെ മുറിക്കകത്ത കസേര. അപ്പൊ അവർ രണ്ടുപേരും മാനത്തൊന്നും പൊട്ടി വീണതല്ല. അവരവിടെ വന്നിരുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ അനുവാദത്തോടെയും സമ്മതത്തോടെയുമാണ്. കേസൺ എന്ന് പറയുന്ന ഏജൻസിയുടെ ആളുകളാണ് ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അവരതിന്റെ ഔദ്യോഗിക നടത്തിപ്പുകാരാണ്. ഞാൻ അതിലേക്ക് വരികയാണ് അഭിലാഷ്. ഹിന്ദു പറയുന്നു ഇവർ തന്ന ഒരു കുറിപ്പാണ്. മുഖ്യമന്ത്രി പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയിവിടെ വിശദീകരിക്കേണ്ടത് ആരാണ്? ഈ കേസൻ എന്ന് പറയുന്ന ഏജൻസിയാണ്. ആ ഏജൻസി ഇപ്പൊ മാതൃഭൂമി തന്നെ വൈകിട്ട് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അവരുടെ ഓഫീസൊക്കെ പൂട്ടി അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇന്ന് വൈകിട്ടത്തോടെ കാണാണ്ടായിട്ടുണ്ട്. ഇനി അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിപ്പോ ഈ കയ്യിൽ കുത്തുന്ന വർത്തമാനം ഇപ്പൊ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച് ഇപ്പൊ നിങ്ങൾ കേൾപ്പിച്ചല്ലോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ല ഒരു PR ഏജൻസി മൂപ്പരുടെ മുഖം മിനുക്കാൻ പണിയെടുക്കുന്നുണ്ടെന്ന്. ഈ കേസൻ എന്ന് പറയുന്ന ഏജൻസി ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ചുമതല സൗജന്യമായിട്ട് ഇവർ ജോലി ചെയ്ത് കൊടുക്കില്ലല്ലോ. ഇവർക്ക് പണം കൊടുക്കുന്നുണ്ടോ? അത് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നാണോ കൊടുക്കുന്നത്? ഇതൊക്കെ അറിയാൻ ഇപ്പോ കേരളത്തിന് അവകാശമുണ്ട്. മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതാണ് ഇവിടുത്തെ വിഷയം. മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഒഫീഷ്യലായി ചുമതലപ്പെടുത്തിയവർ എന്ന് വിശ്വസിക്കേണ്ടവർ കൈമാറിയ കുറിപ്പാണ്. ഇനി ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മുഖ്യമന്ത്രി ഇതിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടി സെപ്റ്റംബർ 21 വാർത്താ സമ്മേളനം ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് അഭിലാഷ് പ്രക്ഷേപണം ചെയ്തില്ലേ? ഈ മലപ്പുറത്തിന്റെ കണക്ക് എന്താ? തിരുവനന്തപുരം എയർപോർട്ടിന്റെ കണക്ക് പിണറായി വിജയൻ വായിച്ചിട്ട് കൊണ്ട് പുറത്തേക്ക് വരാത്തത്? തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണക്കടത്തിന്റെ കണക്ക് വായിക്കാൻ പോയാൽ അവസാനം പിടിച്ച ഒരു 14 കിലോ സ്വർണം അത് 30 കോടിക്ക് വരും. അതിനു മുൻപ് എത്ര തവണ സ്വർണം വന്നു നമുക്കറിയില്ല. ആ കണക്കങ്ങോട്ട് വായിക്കാൻ പോയാൽ പിണറായി വിജയന്റെ വലതു ഭാഗത്ത് 5 വർഷം ഇരുന്ന അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മലപ്പുറത്തിന്റെ കണക്ക് സവിശേഷമായി പറയുന്നത് മലപ്പുറത്ത് കേസുകൾ പെരുപ്പിക്കുന്നു. ഡാൻസ് ഓഫ് സംഘം സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ അവിടെ വ്യാജമായ കേസുകൾ ഉണ്ടാക്കുന്നു. അതുകൂടാതെ ഈ സ്വർണം കടത്തുന്ന ആളുകളെ കൊള്ളയടിക്കുന്നു തുടങ്ങി ആരോപണങ്ങളുടെ ഒരു കെട്ട് PV അൻവർ എന്ന മുൻ ഭരണകക്ഷി MLA പുറത്തുവിടുകയാണ്. അപ്പൊ മലപ്പുറത്ത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മലപ്പുറം എന്ന വിഷയമാണ് അദ്ദേഹം ആരോപണം നേരിടുന്നത്. ആ വിഷയത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തിന്റെയും കോഴിക്കോട്ടിന്റെയും കാര്യം പറയണ്ടല്ലോ, മറ്റു സ്ഥലത്തിന്റെ എറണാകുളത്തിന്റെ കാര്യം പറയണ്ടല്ലോ. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 147 കിലോ സ്വർണം പിടിച്ചപ്പോൾ അതിൽ 124 കിലോയും കരിപ്പൂരിലാണ്. അത് ഇന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അങ്ങനെ സ്വർണം കള്ളക്കടത്ത് അതുവഴി നടക്കുന്നത് കൊണ്ടാണ് അവിടെ ആക്ഷൻ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് കേസ് ഉണ്ടാവുന്നത് എന്നാണ് അതിന്റെ രത്ന ചുരുക്കം. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ലെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൈ കഴുകാൻ പറ്റുക? ഇത് തടയേണ്ട ജോലി ആർക്കാ? ഇപ്പൊ 5 ചെറുപ്പക്കാർ ഇന്ന് രാവിലെ മാതൃഭൂമി എന്നെ പുറത്തുവിട്ട ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ, 5 ചെറുപ്പക്കാർ രാമനാട്ടുകര ബൈപ്പാസിൽ ഒരു അപകടത്തിൽ മരിച്ചു. ആദ്യം അതൊരു അപകട വാർത്തയാണ്, പിന്നീട് അത് സ്വർണം പൊട്ടിക്കലാണ് നമുക്ക് ബോധ്യപ്പെടുന്നു. അതിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ടതാരാണ്? സുജിത് ദാസ് ആണ്. മറ്റൊരു ആരോപണം നേരിട്ട ആളാരാണ്? ADGP അജിത് കുമാറാണ്. ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. അവരെ ഒന്ന് തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായല്ലോ. പിന്നെ ഈ കണക്ക് വായിച്ചിട്ട് കൃത്യമായി മുഖ്യമന്ത്രി ഇന്നും അദ്ദേഹം പറയുന്നുണ്ട്, ഈ കണക്ക് വായിച്ചിട്ട് ചോദിക്കുന്നത് ഇതൊന്നും ദേശസ്നേഹ പ്രവർത്തനമല്ലല്ലോ എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ നിന്ന് ആ വികാരം പോയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക എന്ന രാഷ്ട്രീയം തന്നെയാണ്. സ്വർണ്ണക്കടത്താണ് പിണറായി വിജയന്റെ പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് ADGP അജിത് കുമാർ അവിടെ ഇരിക്കുക? എന്താണ് പിണറായി വിജയന്റെ പ്രശ്നം? മുഴുവൻ പൊതിഞ്ഞു വിളിക്കാം. ആരാ അർജുനായെങ്കിൽ, ആരാ മുഹമ്മദ് ഷാഫി, ആരാ ആകാശ് തില്ലങ്കേരി, ഇവരൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണോ? ശരി, ഓക്കെ. ആരുടെ ആൾ എന്നുള്ളതിനപ്പുറത്ത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു?